കുറുപ്പട്ട മില്ല് എന്താ അടച്ചിട്ടിരിക്കുന്നത്? എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ഗോതമ്പ് പൊടിച്ചിട്ടുണ്ടായിരുന്നു. അടച്ചെന്നോ? ആര് പറഞ്ഞു അടച്ചെന്ന്? ചെറുക്കൻ അവിടെ ഉണ്ടല്ലോ. എന്നാലൊന്ന് വന്നു നോക്ക്. ഊൺ സമയം ലഞ്ച് ബ്രേക്ക് എന്നൊരു ബോർഡും തൂക്കിയിട്ടുണ്ട്. തനിക്ക് സ്ഥലം മാറിപ്പോയതായിരിക്കും. ഞങ്ങളുടെ ശ്രീകൃഷ്ണ ഫ്ലോർ മില്ലിന് ബെല്ലും ഇല്ല, ബ്രേക്കും ഇല്ല. കറണ്ട് കട്ടില്ലായിരുന്നെങ്കിൽ രാത്രിയും കൂടെ ഞാൻ പൊടിച്ചെന്നെ, അറിയാമോ? എന്നാലൊന്ന് വന്നു നോക്ക്. വാ. ഇതെന്തൊരു പറയുമായും? ഈ കൊച്ചു കഴിവറവൻ എവിടെ പോയി? എടാ ശ്രീകൃഷ്ണ, ഇതിനാണോടാ ഈ നട്ടുച്ചയ്ക്ക് മില്ലടച്ചിട്ടത്? ശ്രീകൃഷ്ണ എന്ന് പേരിട്ട് എല്ലാം വേണം ചവിട്ടാൻ. പിന്നെ ഞാൻ ഈ ഗോതമ്പിന്റെ കൂടെ പൊടിച്ച് പട്ടിക്കിട്ട് കൊടുക്കൂടാ. ഇരുന്ന് മുഷിഞ്ഞല്ലേ? ഇപ്പൊ വരും. ഇദ്ദേഹമാണ് പെൺകുട്ടിയുടെ അച്ഛൻ കൈമ. ഇത് അമ്മ ഗൗരിയമ്മ. ഇത് ഏക സഹോദരൻ പ്രഭാകരൻ, പോലീസാ. ഇത് നളിനൻ. ഇവിടെയൊക്കെ കണ്ടു കാണും. നളിനനും പ്രഭാകരനും കൂടപ്പിറപ്പുകളെ പോലെ. ഇത് എന്റെ ഭാര്യ ദാക്ഷായിനി. ദാക്ഷായിനി അമ്മ. എന്റെ ചെക്കൻ ചെയ്തത് തെറ്റ് തന്നെ. കന്യകയായ ഒരു പെണ്ണിനെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പണം ദാക്ഷാണിയമ്മയ്ക്ക് പ്രശ്നമല്ല. ഞാൻ തറവാട്ടുകാരിയാ. എനിക്ക് പ്രശ്നം ജാതിയും തറവാട്ട് മഹിമയുമാണ്. ഞാനും തറവാട്ടുകാരൻ തന്നെയാ. ഒന്നാന്തരം നായർ, പാട്ടത്തിൽ കൈമൾ. പക്ഷെ നിങ്ങളുടെ ഭാര്യ ജാതിയിൽ സമമല്ലെന്നാണല്ലോ കേൾവി. നിങ്ങൾ ആരാ? രജിസ്റ്റർ ഓഫീസറാ? ഞങ്ങളുടെ ജാതി മതം അന്വേഷിക്കാൻ? 10-35 വർഷം അതെല്ലാം അറിഞ്ഞു തന്നെയാ ഞാൻ ഈ മനുഷ്യനോട് താമസിച്ചത്. നിങ്ങളുടെ മോൻ എന്റെ മോടെ പുറകെ നടന്നതും വിളിച്ച് മില്ലിനകത്ത് കയറ്റിയതും അവളുടെ ജാതി മതം ചോദിച്ചിട്ടാണെന്ന് മോനോടും ചോദിച്ചേ? അതെ അമ്മേ, ഞാനാ. പുരുഷ സ്ത്രീയുടെ പുറകെയല്ല, സ്ത്രീ പുരുഷന്റെ പുറകെയാ പോകേണ്ടത്. ഞാൻ എന്റെ അച്ഛനെ കണ്ടല്ലേ പഠിക്കേണ്ടത്. അത് നിന്റെ അമ്മയുടെ തറവാട്ട് മഹിമ ഉണ്ടാ. തറവാട്ട് മഹിമ ഉണ്ടെന്ന് നാഴിക്ക് 40 വട്ടം പറഞ്ഞാ പോരാ. മറ്റുള്ളവർ കൂടെ ബോധ്യപ്പെടണം. എന്താ ബോധ്യപ്പെടുത്താൻ? ദാക്ഷാണിയമ്മേ, കൂടുതൽ എന്തിനാ സംസാരിക്കണേ? നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ അത് പറ. സമ്മതമാണെന്ന് പറയമ്മേ. എനിക്ക് ലീലയെ ജീവന് തുല്യ ഇഷ്ട. ദാക്ഷായനമ്മേ, ഇവരെ തറവാട്ട് മഹിമയ്ക്ക് ഒരു കുറവുമില്ല, ഇനിയൊട്ട് കുറയുമില്ല. നിങ്ങൾ ഇതങ്ങ് സമ്മതിക്കണം. സ്വന്തം കാര്യത്തിൽ ഇത്രയ്ക്കൊന്നും ആലോചിച്ച് കാണില്ലല്ലോ. ഉണ്ടെങ്കിൽ ഈ കുരുപ്പിനെ നിങ്ങൾ കെട്ടുമായിരുന്നോ? കുരുപ്പല്ല, കുറുപ്പ്. ശരി, എനിക്ക് എന്റെ ചെക്കന്റെ ജീവിതമാ വലുത്. അവന് ഇത് തന്നെ ഇഷ്ടമെങ്കിൽ അത് തന്നെ നടക്കട്ടെ. പിന്നെ ഒരു കാര്യം, വിവാഹത്തിന്റെ എല്ലാ ചെലവും ഞാൻ വഹിക്കും. ഉർവശി ശാപ ഉപകാരം. ആ കാര്യത്തിൽ ദാക്ഷാണിയമ്മ വാശി പിടിക്കരുത്. കല്യാണ ചെലവൊക്കെ ഞാൻ നടത്തും. അത് ഞാൻ സമ്മതിക്കില്ല. ഞാനും സമ്മതിക്കില്ല. കൈമൾക്ക് അങ്ങനെ താല്പര്യമെങ്കിൽ അങ്ങനെ തന്നെ കൂടെ നടന്നോട്ടെ. അതാ നല്ലത്. അച്ഛൻ എന്തായി പറയുന്നത്? ദാക്ഷായണിയമ്മയ്ക്ക് ഒറ്റ മകനല്ലേ ഉള്ളൂ. അവരുടെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. അച്ഛൻ സമ്മതിക്കും. സമ്മതിക്കുന്നേ ഇല്ല. സമ്മതിച്ചു. സന്തോഷമായല്ലോ. സാറേ, തൊഴി കൊണ്ട് അടിവേറെല്ലാം കലങ്ങി. ഒന്ന് മൂത്രം ഒഴിക്കണം. ചെല്ലേ. സബ്ജയിലിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുവന്നതിനിടയിൽ ആ വാസു കടന്നളഞ്ഞത്രേ. അയ്യോ, നമ്മളെ കയ്യിൽ നിന്നല്ലല്ലോ സാർ ചാടിപ്പോയത്. പിന്നെ നമുക്കെന്താ പ്രശ്നം? പ്രശ്നമുണ്ടോ? പ്രഭാകരന് ഓൻ സൂക്ഷിക്കണം. ഇത്തവണ അവൻ ചാടി രണ്ടും കൽപ്പിച്ചു തന്നെയാ. വാസുവിന് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോഴേ അവൻ പറഞ്ഞിരുന്നു പ്രഭാകരനെ വെച്ചേക്കൂലെന്ന്. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാ വിവരം പറഞ്ഞില്ല? പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ അവൻ ചാടി പോകുന്നു. പ്രഭാകരൻ, നമ്മുടെ റെസ്പോൺസിബിലിറ്റി തീർന്നിട്ടില്ല. നിങ്ങൾ ഒന്നുകൂടി ശ്രമിക്കണം. ഇത് കൊലച്ചോറ് തന്നെയാണ്. എല്ലാം വിധിയാണ് മോനെ. നീ എന്നാ ജയിലിൽ നിറങ്ങിയത്? കഴിഞ്ഞ 15-ാം തീയതി. നീ എന്നോട് വാ, എനിക്കൊരു കണക്ക് തീർക്കാനുണ്ട്. ഇന്നോ? ഇപ്പോ തന്നെ. ആ വാസു വരുന്നുണ്ട്. ഒന്നി പഠിച്ച 3 ഇപ്രാവശ്യം തട്ടി തന്നെ. അയ്യോ, അയ്യോ
വണ്ടി വിട്ടോ അവർ കേട്ടല്ലേ? ഓഹോ കേട്ടി. പോലീസുകാർ കള്ളന്മാരെ ഓടിക്കാറാണ് നേരെ വളച്ചാണല്ലോ. സ്ഥലം പറയടൂ. പുറകെ മുമ്പേ പോകാൻ വേറെ ആളെ അന്വേഷിച്ചു. അയ്യോ വണ്ടി നിർത്ത്. എന്നെ തൊട്ടാ ഞാൻ ഇതുകൊണ്ട് തലക്കടിക്കും. ഞാനെന്തിനാ ഇയാളെ തൊടുന്നത്? ഒരു കുറ്റം ചെയ്യാത്ത എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ വന്നതാണല്ലേ? ചുണയുണ്ടെങ്കിൽ ആ ദ്രോഹിയെ പോയി പിടിക്കേ. ആരുടെ കാര്യമാണ് നീ പറയുന്നത്? വേവിച്ച മുതലാളിയുടെ കാര്യം. എന്റെ കൊച്ചെ, ഞാൻ നിന്നെ പിടിക്കാനൊന്നും വന്നതല്ല, ഇവിടെ ഒളിച്ചിരിക്കാൻ കയറിയതാ. കള്ളം. നിങ്ങൾ പോലീസല്ലേ? പോലീസ് എന്തിനാ ഒളിച്ചിരിക്കുന്നത്? പോലീസുകാരനും മനുഷ്യനാ, അവനും ജീവനിൽ കൊതിയുണ്ട്. ഗതി കെട്ടാൽ അവനും ഓടും, ഒളിക്കും. ഒരു കള്ളനും ഒരു ഭീമനും കൂടെ എന്റെ പറയാൻ വരുന്നുണ്ട് എന്നെ കൊല്ലാൻ.